ക്ഷേത്രത്തിലെത്തുമ്പോൾ അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു. അല്പസമയത്തിനു ശേഷം ചെക്കനും കൂട്ടരും എത്തി. യദു നിരഞ്ജനെ മാലയിട്ട് സ്വീകരിച്ചപ്പോൾ കണ്ണൻ ബൊക്കെ നൽകി. കൊട്ടും കുരവയുമായി അവർ അവനെ ആനയിച്ച് മണ്ഡപത്തിൽ കയറ്റിയിരുത്തി. താലപ്പൊലിയും കയ്യിലേന്തി ബാലികമാരുടെ അകമ്പടിയോടെ വധുവിനെ കൊണ്ടുവന്നു. ദേവയാനി അമ്മായിയുടെ സ്ഥാനം അലങ്കരിച്ചു. അവളെ വരന്റെ അരികിലായിരുത്തി. ഭുവി ആകെ ടെൻഷനിലായിരുന്നു. അത് മനസ്സിലായ നിരഞ്ജൻ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. കൊട്ടും കുരവയും ഉയർന്നപ്പോൾ കൃഷ്ണകുമാർ മഞ്ഞച്ചരടിൽ കോർത്ത ആലിലത്താലി നിരഞ്ജന്റെ കയ്യിൽ കൊടുത്തു. അവൻ ദൈവത്തെ വിചാരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ താലി ചാർത്തി. ഭുവിയുടെ അമ്മ ശെൽവി അവളുടെ കൈ പിടിച്ചവന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് പറയും പോലെ അവൻ അവളുടെ കൈ പിടിച്ചു. വൃന്ദ ഭുവിക്കും നിരഞ്ജനും ഒരേപോലെയുള്ള മോതിരങ്ങൾ സമ്മാനിച്ചു. എല്ലാവരും അവർക്ക് സമ്മാനങ്ങൾ കൈമാറി. സദ്യയ്ക്ക് ശേഷം അവർ യാത്ര തിരിച്ചു. കാറിൽ കയറുന്നതിന് ഭുവി അമ്മയെയും വൃന്ദയും കെട്ടിപ്പിരിച്ചു കരഞ്ഞു. എന്നാൽ നിരഞ്ജന്റെ അമ്മയ്ക്കൊപ്പം ശെൽവിയെയും അവർ കാറിൽ കയറ്റിക്കൊണ്ടുപോയി. എല്ലാവരും തിരികെ വീട്ടിലെത്തി. വൃന്ദ വസ്ത്രം മാറാനായി മുകളിലെ മുറിയിലേക്ക് പോയി. ഏത് ഫോണിൽ കുത്തിക്കൊണ്ട് സോഫയിലിരുന്നു. അച്ഛനും അമ്മയും മുറിയിലേക്ക് പോയി. കണ്ണൻ ഫ്രണ്ട്സിനെ കാണാനെന്നും പറഞ്ഞ് പുറത്തേക്കും പോയി. മുറ്റത്ത് കാറിന്റെ ശബ്ദം കേട്ടു യദു പുറത്തേക്കിറങ്ങി. കാറിൽ നിന്ന് ഇരുനിറവും ഒത്ത വണ്ണവും പൊക്കവുമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി. ഒപ്പം വെളുത്തു സുന്ദരിയായ ഒരു പെണ്ണും. കറുത്ത ജീൻസും വൈറ്റ് ഷർട്ടുമായിരുന്നു അവന്റെയും അവളുടെയും വേഷം. രണ്ടുപേരും മുടി കളർ ചെയ്തിട്ടുണ്ട്. ഇടതൂർന്ന് നീണ്ട ചുരുണ്ട മുടിയായിരുന്നു അവൾക്ക്. തോളപ്പം സ്ട്രെയിറ്റ് ചെയ്ത മുടിയായിരുന്നു അവന്റേത്. അവളുടെ മുക്കിൽ വജ്രത്തിന്റെ റിംഗ് ഉണ്ടായിരുന്നു. തോളപ്പം തൂങ്ങിക്കിടക്കുന്ന ഇയറിങ്ങും. യദു അവരെ നോക്കി അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ നിന്നു. ഹലോ, ഐ എം മഹേഷ്, വൃന്ദയുടെ കസിനാണ്. ആൻഡ് ദിസ് ഈസ് മൈ ഫിയാൻസി ശ്രാവണ മൽഹോത്ര. അവൻ ഷേക്ക് ഹാൻഡിനായി കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. യദു കൃഷ്ണ, വൃന്ദയുടെ ഹസ്ബൻഡാണ്. അവൻ മഹേശ്വരന്റെ കരം ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. ശ്രാവണ ഈ സമയം യദുവിന്റെ ചോര ഊറ്റുകയായിരുന്നു. യദു അവരെ അകത്തേക്ക് ക്ഷണിച്ചു. അമ്മയും അച്ഛനും അവരെ പരിചയപ്പെട്ടു. വൃന്ദയെ വിളിക്കാനായി യദു മുകളിലേക്ക് പോയി. വസ്ത്രം മാറിയ ശേഷം താഴേക്ക് ഇറങ്ങാനായി വാതിലിനടുത്തേക്ക് വരികയായിരുന്നു വൃന്ദ. വൃന്ദ ടപ്പേ, രണ്ടുപേരും തമ്മിൽ കൂട്ടിയിടിച്ച ശബ്ദമായിരുന്നു അത്. അവൾ അവനെ കലിപ്പിച്ചു നോക്കി. ഐ എം സോറി, താഴെ തന്റെ കസിൻ അയാളുടെ ഫിയാൻസിയുമായി വന്നിട്ടുണ്ട്. അവർ ഒന്നിച്ച് താഴേക്ക് ഇറങ്ങി. മഹേശ്വർ വൃന്ദയെ അതിശയത്തോടെ നോക്കി. തന്റെ വീട്ടിൽ നിന്ന് ആ ഈർക്കിലി പെണ്ണിന് ഇതെന്തൊരു മാറ്റമാണ് അവൻ മനസ്സിലോർത്തു. ശ്രാവണയും അവളെ നോക്കി മിഴിച്ചു നിന്നു. വൃന്ദ ശ്രാവണയെ പരിചയപ്പെട്ടു. അവർക്ക് കുടിക്കാൻ ജ്യൂസ് എടുക്കാനായി അവൾ അടുക്കളയിലേക്ക് പോയി. അപ്പോഴേക്കും കണ്ണൻ തിരിച്ചെത്തി. പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ട് അവൻ ശങ്കിച്ചു നിന്നു. യദു അവരെ അവനെ പരിചയപ്പെടുത്തി. കണ്ണൻ പെട്ടെന്ന് തന്നെ അവരുമായി കമ്പനിയായി. എന്നാൽ യദു അല്പം അകലെയിട്ടു. അച്ഛനും അമ്മയും റെസ്റ്റ് എടുക്കാനായി റൂമിലേക്ക് പോയി. വൃന്ദ ഓറഞ്ച് ജ്യൂസുമായി വന്നു. അവൾ എല്ലാവർക്കും ജ്യൂസ് നൽകി. മഹേഷ് കാറിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ബോക്സ് എടുത്തുകൊണ്ടുവന്നു. അത് വൃന്ദയ്ക്കും യദുവിനും കൊടുത്തു. ശ്രാവണയുടെ കണ്ണുകൾ യദുവിൽ തന്നെയായിരുന്നു. വൃന്ദ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് പ്രത്യേകിച്ച് അതിൽ ഖേദമൊന്നും തോന്നിയില്ല. യദു ചക്കരയിൽ ഈച്ച പൊതിയും പോലെ വൃന്ദയെ ചുറ്റിപ്പറ്റി നടന്നു. ഇടയ്ക്കറിയാത്ത പോലെ അവളുടെ ശരീരത്തെ തൊട്ടും തലോടി അവൻ കൊതി തീർത്തു. വൃന്ദ ദേഷ്യം കടിച്ചമർത്തി. മഹേശ്വരനും ശ്രാവണയ്ക്കും മുന്നേ മാതൃകാ ദമ്പതികളാകാൻ വേണ്ടി മാത്രം അവൾ അടങ്ങി നിന്നു, ഉള്ളിലൊരു ആറ്റം ബോംബും വെച്ചുകൊണ്ട്. വൈകുന്നേരം ഫംഗ്ഷൻ ഉള്ളതിനാൽ റെഡിയാകാനായി എല്ലാവരും പോയി. ശ്രാവണയ്ക്കും മഹേശ്വരനും വെവ്വേറെ റൂമുകൾ അറേഞ്ച് ചെയ്തു. മഹേശ്വർ നൽകിയ ഗിഫ്റ്റും എടുത്തുകൊണ്ട് വൃന്ദ റൂമിൽ ചെല്ലുമ്പോൾ യദു ബെഡിൽ മലർന്നു കിടക്കുകയായിരുന്നു. അവസരം മുതലെടുക്കുകയായിരുന്നല്ലേ കാമപ്രാന്തൻ. ഡി, എന്താ നീ വിളിച്ച്? കാമപ്രാന്തൻ, കാമപ്രാന്തൻ. അയ്യേ, ഇത്ര തരതാഴ്ന്ന ഭാഷ പറയാൻ നാണമില്ലേ നിനക്ക്? തനിക്ക് കാണിക്കാം, എനിക്ക് പറഞ്ഞുകൂടാ. നിന്റെ മുറച്ചെറുക്ക നമ്മൾ തമ്മിലുള്ള സ്വരച്ചേർച്ച അറിയാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേ. അല്ലാതെ നീ പറയും പോലെ നിന്നോടൊന്നും തോന്നിയിട്ടില്ല. വിശ്വസിച്ചു. അവൾ കയ്യിലിരുന്ന ഗിഫ്റ്റ് ബോക്സ് ടേബിളിൽ വെച്ചിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. അവൾ വരും മുന്നേ അവൻ ഡ്രസ്സ് മാറി. നീല ഷർട്ടും വെള്ള മുണ്ടുമായിരുന്നു അവൻ ഇട്ടത്. ആവേശത്തിൽ അവൻ കൂടുതൽ സുന്ദരനായിരുന്നു. വൃന്ദ വരുമ്പോൾ അവൻ മുടി ചീകി ഒതുക്കുകയായിരുന്നു. വെറുതെയല്ല ആ ക്രോവണ വായി നോക്കുന്നത്. ഒടുക്കത്തെ ഗ്ലാമറാണ് കാമപ്രാന്തന്. അവൾ പെറുപെറുത്തു. എന്തെല്ലാം പറഞ്ഞായിരുന്നോ? ഞാൻ ഒന്നും പറഞ്ഞില്ലേ തമ്പ്രാ. അതും പറഞ്ഞുകൊണ്ട് അവൾ അല്പം സിന്ദൂരം എടുത്ത് സീമന്തരേഖയിൽ കുറി വരച്ചു. നോക്കണ്ട, ഇതും മഹിയത്തിനെ കാണിക്കാൻ വേണ്ടിയാ, അല്ലാതെ മനസ്സോടെയല്ല. അവനൊന്നും മിണ്ടാതെ റൂമിൽ നിന്നും ഇറങ്ങി. ഓറഞ്ചും പച്ചയും കോമ്പിനേഷൻ സാരിയും ബ്ലൗസുമായിരുന്നു അവൾ ധരിച്ചത്. അതിന് ചേരുന്ന കുപ്പിവളകളും അണിഞ്ഞു. മൂക്കിലൊരു ഒട്ടിപ്പ് നോസ്പിന്നും വെച്ചു. ആ ക്രോവണയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കണമല്ലോ. അവൾ താഴെ ചെല്ലുമ്പോൾ കണ്ണനോട് കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ശ്രാവണയാണ് കണ്ടത്. മഹേശ്വറുമായി സംസാരിക്കുന്ന യദുവിനെ ഇടം കണ്ണാലെ അവൾ നോക്കുന്നുണ്ട്. ചില്ലി റെഡ് കളർ സ്ലീവ്ലെസ് ഗൗണായിരുന്നു വേഷം.
അതിന് മാറ്റുകൂട്ടാൻ വജ്രാഭരണ സെറ്റ് വിട്ടിരുന്നു. വൃന്ദ താഴേക്ക് വന്നതും യദു അവളെ സ്കാൻ ചെയ്യാൻ തുടങ്ങി. ഇവൻ ഇതുവരെ ഇവളെ കണ്ടിട്ടില്ലേ? മഹേശ്വരന്റെ ആത്മ. അവൾ സോഫയിൽ വന്നിരുന്നു. അച്ഛനും അമ്മയും റെഡിയാകുന്നതേയുള്ളൂ. ശ്രാവണ വൃന്ദയ്ക്കൊപ്പം വന്നിരുന്നു. ക്ലേവ് ക്രിസ്ത്യൻ പെർഫ്യൂം അവൾ മേലാകെ പൂശിയിരുന്നു. കാലിന്മേൽ കാലം കയറ്റിയുള്ള ഇരിപ്പ് കണ്ടിട്ട് തള്ളിയിടാനാണ് വൃന്ദയ്ക്ക് തോന്നിയത്. കാര്യം ഇന്റർനാഷണൽ സിറ്റിംഗ് ഒക്കെ ആണെങ്കിലും പെണ്ണുങ്ങൾ അങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ ദേഷ്യം വരാത്ത മലയാളികൾ കുറവാണല്ലോ. യദുവിന്റെ മാറ്റം കണ്ണനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഏട്ടത്തി അമ്പിനും വില്ലിനും അടുക്കുന്ന ലക്ഷണമില്ല. എങ്ങനെയോ അവരെ ഒന്നിപ്പിക്കണം. അതിനുള്ള വഴികൾ ആലോചിച്ചുകൊണ്ട് നടന്ന അവന്റെ തല തൂണിന്മേൽ ഇടിച്ച ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കി. ഷോക്കടിച്ച കാക്കയെ പോലെയായിരുന്നു അവന്റെ അവസ്ഥ. വാട്ട് ഹാപ്പൻ കണ്ണൻ? ആർ യു ഓക്കേ? ശ്രാവണ ദുഃഖ എക്സ്പ്രഷൻ വാരി വിതറിക്കൊണ്ട് ചോദിച്ചു. ഏയ് നത്തിങ് ശ്രാവു, ഇറ്റ്സ് ഓക്കെ, അവൻ പറഞ്ഞു. അവന്റെ ശ്രാവുകളി കേട്ട് യദുവും വൃന്ദ മുഖത്തോട് മുഖം നോക്കി. വൃന്ദ അവന്റെ തല തിരുമ്മിക്കൊടുത്തു. അപ്പോഴേക്കും അച്ഛനും അമ്മയും അവിടേക്ക് വന്നു. കണ്ണനെ അവർ നോക്കി നടക്കാത്തതിന് വഴക്കു പറഞ്ഞു. ശേഷം എല്ലാവരും നിരഞ്ജന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അരമണിക്കൂർ യാത്രയ്ക്കൊടുവിൽ അവർ അവിടെ എത്തി. വൃന്ദയെ കണ്ടതും ഭൂവിരിപ്പിടത്തിൽ നിന്ന് ഓടി വന്നവളെ കെട്ടിപ്പിടിച്ചു. ശ്രാവണ മഹേശ്വരനെ തീർത്തും അവഗണിച്ച മട്ടായിരുന്നു. അവൾ യദുവിനെ ചുറ്റിപ്പറ്റി നടന്നു. എന്നാൽ യദുവിന്റെ കണ്ണുകൾ വൃന്ദ എന്ന പെണ്ണിൽ മാത്രമായിരുന്നു. ടീനേജ് പെൺകുട്ടികൾ ഉപഗ്രഹങ്ങളെപ്പോലെ യദുവിനെ ചുറ്റുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടു തന്നെ ഒരു കോഴിക്കുഞ്ഞുങ്ങളും മൈൻഡ് ചെയ്യാത്തത് ഉരുകുന്ന ഒരു ഹൃദയം അവിടെ ഉണ്ടായിരുന്നു. വേറെ ആര്? പാവം നമ്മുടെ കണ്ണൻ. നിരഞ്ജനം ഭൂവിക്കും മഹേശ്വരനെയും ശ്രാവണയെയും വൃന്ദ പരിചയപ്പെടുത്തി. അച്ഛനമ്മമാരോടൊപ്പം അവർ എല്ലാവരും ഭക്ഷണം കഴിച്ചു. നിരഞ്ജന്റെ ഫ്രണ്ട്സിന്റെ വക മ്യൂസിക് പ്രോഗ്രാമും ഉണ്ടായിരുന്നു. ഫംഗ്ഷൻ കഴിഞ്ഞ ശേഷം ശ്രാവണയും മഹേശ്വറും പോകാൻ തയ്യാറായി. ശ്രാവണ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. അവൾ യദുവിനെ ഹഗ് ചെയ്തപ്പോൾ വൃന്ദ പുച്ഛിച്ചിരിച്ചിരിച്ചു. എങ്കിലും എവിടെയോ ഒരു വിങ്ങൽ. കാമപുരാന്തൻ സുഖിച്ച് നിന്നു കൊടുക്കുന്നത് കണ്ടില്ലേ? മിക്കവാറും ഇവളെ മഹേശ്വരനെ തേക്കുമെന്നാ തോന്നുന്നേ. അതിന് ഏട്ടത്തിക്ക് എന്താ? മഹേശ്വരന് വേറെ പെണ്ണ് കിട്ടില്ലേ? പിന്നെ യദുവേട്ടനെ ഏട്ടത്തിക്ക് വേണ്ടല്ലോ. അല്ലെങ്കിൽ ശ്രാവുവിന്റെ ഗ്ലാമറിന് മഹേശ്വരൻ പോരാ. അലുവയും മത്തിക്കറിയും പോലെയുണ്ട്. യദു വിത്ത് ശ്രാവണ കേൾക്കാൻ തന്നെ എന്താ സുഖം. കാണാൻ പിന്നെ പറയണോ? സീതയും രാമനും പോലെയുണ്ട്. കണ്ണണ്ടാ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ കോളർ ഉയർത്തി. ഓ, അവിടെ വരെയൊക്കെ ആയോ കാര്യങ്ങൾ? ഒടുക്കം സീതയെ രാമൻ അഗ്നിപരീക്ഷണം നടത്താതിരുന്നാൽ മതി. മുഖം കൂട്ടി പറഞ്ഞുകൊണ്ട് വൃന്ദ കയ്യിലിരുന്ന സ്നിക്കേഴ്സ് കടിച്ചു പറിച്ചു. വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. കണ്ണൻ എസ്കേപ്പ്. തിരികെ വീട്ടിലെത്തിയ ശേഷവും കണ്ണൻ പുതിയ ഐഡിയകൾ ആലോചിച്ചുകൊണ്ടേയിരുന്നു. പിറ്റേന്ന് രാവിലെ 9 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. കണ്ണൻ ഉറക്കമുണർന്ന് തലേന്നത്തെ ക്ഷീണം കാരണം അവൻ ഉണരാൻ വൈകി. അവന്റെ ചിന്താമണ്ഡലത്തെ ഒരാശ ഉടലെടുത്തു. യുറേക്കാ, കിട്ടിപ്പോയി. ഏട്ടന് വയ്യാതായപ്പോൾ ഏട്ടത്തി നോക്കി. അപ്പോഴാണ് ഏട്ടൻ ഏട്ടത്തിയോട് കൃഷിയുണ്ടായത്. അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ അവൻ തീരുമാനിച്ചു. അവൻ അതിനെ സിനിമാ പരമ്പര ദൈവങ്ങളെ കൂട്ടുപിടിച്ചു. പഴത്തൊലി ഓർ എണ്ണ. എണ്ണ തന്നെ ബെസ്റ്റ്. വൈകാതെ അവൻ അടുക്കളയിലെത്തി. ആരും കാണാതെ എണ്ണക്കൊപ്പി കൈക്കലാക്കി മുകളിലേക്കോടി. പക്ഷെ ഓടിക്കയറുന്നതിനിടയ്ക്ക് താഴേക്ക് വരികയെന്ന് യദുവിനെ അവൻ കണ്ടില്ല. കൂട്ടിയിടിച്ചതും ബാലൻസ് തെറ്റി അവൻ താഴേക്കുരുണ്ടതും ഒരുമിച്ചായിരുന്നു. വലിയ പരിക്കുകളില്ലാതെ കാലിലും കൈയിലും പ്ലാസ്റ്ററുമായി അവൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ അരുന്ധതിയെ കാണാൻ പോയ വൃന്ദ തിരിച്ചെത്തി. അവന്റെ കിളികൾ എങ്ങോട്ടെന്നില്ലാതെ പറന്നുപോയി. വീട്ടിലില്ലാത്ത ഏട്ടത്തിക്കാണല്ലോ ഈശ്വര ഞാൻ കെണിയൊരുക്കാൻ പോയത്. പവനായി വീണ്ടും ശവമായി. വൃന്ദയ്ക്ക് വീണ്ടും പണിയെ. വയസ്സായ അച്ഛനെ അമ്മയും പണിയെടുപ്പിക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷെ വൃന്ദയുടെ ഹൃദയം കവരാൻ ഏതറ്റം വരെ പോകാനും ഒരുക്കമായിരുന്നു യദു. വൃന്ദ കണ്ണന് ഫുഡ് കൊടുക്കുമ്പോൾ യദു കണ്ണന്റെ തുണി കഴുകും. വൃന്ദ റൂം ക്ലീൻ ചെയ്യുമ്പോൾ അവനെ കുളിപ്പിക്കും. അങ്ങനെ വൃന്ദയുടെ മനസ്സിൽ കയറിപ്പറ്റാൻ ഒരാഴ്ച ലീവെടുത്ത് അനുജനെ പരിചരിക്കുകയാണ് വിശാല മനസ്കനായ ആ ഏട്ടൻ. പക്ഷെ വൃന്ദയിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. 2 മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു ഞായറാഴ്ച നിരഞ്ജൻ വൃന്ദയെ വിളിച്ച് ആ വിശേഷം അറിയിച്ചു. ഭൂവി പ്രഗ്നന്റ് ആണ്. വൃന്ദ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൾ അച്ഛനോടും അമ്മയോടും കണ്ണനോടും എല്ലാം സന്തോഷം പങ്കുവെച്ചു. പക്ഷെ ആ വീട്ടിലുള്ളവർ ഉള്ളിൽ ദുഃഖം കടിച്ചമർത്തി. യദുവും വൃന്ദയും ഇനിയും ഒന്നിക്കാത്തത് അവർ വേദനിച്ചു. അമ്മേ, ഇന്ന് എനിക്കൊരു എക്സാം ഉണ്ട്. കരുനാഗപ്പള്ളി ഒരു സ്കൂളിൽ വെച്ചാണ്. 1 മണിക്ക് മുന്നേ അവിടെ എത്തണം. യദുവിനോട് പറഞ്ഞോ? ഇല്ല, ഞാൻ ബസ്സിൽ പോയിക്കോളാം. ശരി മോളെ. ശരി. ബസ്സിലിരിക്കുമ്പോൾ അവളുടെ മനസ്സിൽ പഴയകാല ഓർമ്മകൾ വന്നു. അവൾ കണ്ണടച്ചിരുന്നു. തൊട്ടരികിൽ പരിചിതമായൊരു സാമീപ്യം അനുഭവപ്പെട്ടപ്പോൾ അവൾ കണ്ണു തുറന്നു. യദു, പറയായിരുന്നില്ലേ എന്നോട്? ഞാൻ കരുതി വരില്ലെന്ന്. ഓഫീസിൽ പോയില്ലേ? പോയി. അപ്പോഴാ അമ്മ വിളിച്ചത്. ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ താൻ ബസ്സിൽ കയറുന്നത് കണ്ടു. പിന്നെ ഞാൻ വന്ന് വിളിച്ചിട്ട് താൻ ഇറങ്ങിയില്ലെങ്കിൽ അതെനിക്ക് സങ്കടവും. അതുകൊണ്ട് കാർ അവിടെ നിർത്തിയിട്ടു. അവൾ അവനെ സ്നേഹാർദ്ദമായി നോക്കി. ബസ് ഇറങ്ങി കുറച്ചു ദൂരം നടക്കാനുണ്ടായിരുന്നു എക്സാം സെന്ററിലേക്ക്. അവൾ പരീക്ഷ കഴിഞ്ഞിറങ്ങും വരെ അവൻ പുറത്തെ ആൽമര ചുവട്ടിൽ ഫോണിൽ നോക്കിയിരുന്നു. അവൾ അടുത്തു വന്നതറിഞ്ഞപ്പോൾ അവൻ മുഖമുയർത്തി നോക്കി. പോകാം. പോകാം. എങ്ങനെയുണ്ടായിരുന്നു എക്സാം?
നന്നായിരുന്നു. തിരികെയുള്ള യാത്രയിൽ ഇരുവരും മൗനമായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. ഇന്ന് ഭൂവിയെ ഡെലിവറിക്കായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വൃന്ദയും യദു അവരുടെ കൂടെ പോയി. അവർക്കിടയിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും വൃന്ദ തീരുമാനത്തിൽ നിന്നും ഇതുവരെ വ്യതിചലിച്ചില്ല. യദു അവളോട് സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറുന്നത്. അവൾക്ക് എത്രയും പെട്ടെന്ന് ജോലി കിട്ടുവാൻ വേണ്ടി അവൻ നിത്യവും പ്രാർത്ഥിക്കാറുണ്ട്. നിരഞ്ജനും രണ്ടമ്മമാരും ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. നിരഞ്ജൻ ആകെ ടെൻഷനിലായിരുന്നു. താടിയും മുടിയൊക്കെ വളർത്തി ആകെ കോലം കെട്ടിരുന്നു അവൻ. ഉച്ചയ്ക്ക് ഡെലിവറി കഴിഞ്ഞു. മാലാക പോലെ ഒരു പെൺകുഞ്ഞ്. നിരഞ്ജൻ കുഞ്ഞുമായി വൃന്ദയുടെ അരികിലേക്ക് വന്നു. അവൾ കുഞ്ഞിനെ എടുത്തു പിഞ്ചു പാദങ്ങളിൽ ചുംബിച്ചു. മോൾക്ക് പേരിടാനുള്ള അവകാശം അപ്പച്ചിക്ക് തരുക കേട്ടോ, നിരഞ്ജൻ കുസൃതിച്ചിരിയോടെ പറഞ്ഞു. വൃന്ദ സന്തോഷത്തോടെ തലയാട്ടി. യദുവും കുഞ്ഞിനെ എടുത്തു നെറുകയിൽ ചുംബിച്ചു. അപ്പോൾ തന്നെ നഴ്സ് വന്ന് കുഞ്ഞിനെ കൊണ്ടുപോയി. അരഞ്ഞാണം കെട്ടിന് രാവിലെ തന്നെ കൃഷ്ണകുമാറും കുടുംബവും നിരഞ്ജന്റെ വീട്ടിലെത്തി. ഭൂവി കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്. നിരഞ്ജൻ താടിയും മുടിയും ഒക്കെ സ്റ്റൈലാക്കിയിട്ടുണ്ട്. അരഞ്ഞാണം കെട്ടിന് ശേഷം വൃന്ദ പേര് പറഞ്ഞു. നിരഞ്ജൻ കുഞ്ഞിന്റെ ചെവിയിൽ പേര് ചൊല്ലിയ ശേഷം ഉറക്കെ പറഞ്ഞു, നിവേദ്യ. എല്ലാവർക്കും പേരിഷ്ടമായി. വൃന്ദ സ്വർണ്ണപ്പാദസരം കുഞ്ഞിനെ അണിയിച്ചു. കൃഷ്ണകുമാർ മാലയിട്ടു. കണ്ണൻ വളയും, യദു കമ്മൽ, ദേവയാൻ കൈച്ചയും. ഭക്ഷണശേഷം അവർ തിരികെ പോകാനിറങ്ങുമ്പോൾ മഹേഷൻ ശ്രാവണയും വന്നു. ശ്രാവണ കുഞ്ഞിനെ കാൽത്തളയിട്ടു. മഹേഷ് സ്വന്തമായി ഡിസൈൻ ചെയ്ത ഒരടിപൊളി കുട്ടിയുടുപ്പും. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമായത് ആ കുട്ടിയുടുപ്പായിരുന്നു. ഇളം പിങ്ക് നിറത്തിൽ നിറയെ റോസ് ഫ്ലവർ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. സെന്ററിലൊരു ബട്ടർഫ്ലൈ. ശ്രാവണ ഇപ്പോഴും യദുവിനെ നോക്കി നടപ്പുണ്ട്. ഇടയ്ക്ക് വൃന്ദയെ കുത്തി നോവിക്കാൻ അവൾ ശ്രമിച്ചു. നിനക്ക് കുട്ടിയുണ്ടാവാത്തതാണോ അതോ നിങ്ങൾ തമ്മിൽ ഫിസിക്കലൊന്നും ഉണ്ടായിട്ടില്ലേ ഇതുവരെ? അവൾ പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു. നീ ആദ്യം വിവാഹം കഴിക്കാൻ നോക്ക്. നാണമില്ലേ കെട്ടാതെ ഊരു ചുറ്റി നടക്കാൻ? അതും പോരാഞ്ഞിട്ട് മറ്റുള്ള ആണുങ്ങളെ വളയ്ക്കാനും നോക്കുന്നു. വൃന്ദയിൽ നിന്ന് ഇങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിക്കാത്തതിന് ശ്രാവണ സ്റ്റാച്ചു പോലെ നിന്നുപോയി. ഒരാഴ്ച വീണ്ടും കടന്നുപോയി. ഇതിനിടെ വിനയ് മാമന്റെ മക്കൾ വൃന്ദയെ കാണാനെത്തി. ഒപ്പം അവരുടെ ഭർത്താക്കന്മാരും ഉണ്ടായിരുന്നു. മൂത്ത ചേച്ചി വിനുജ 3 മാസം പ്രഗ്നന്റ് ആണ്. അതുകൊണ്ടാണ് അവർ നാട്ടിലേക്ക് വന്നത്. ഭർത്താവ് പ്രേം മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. രണ്ടാമത്തെ ചേച്ചി വിന്ധ്യ, ഭർത്താവ് തേജ് ഡോക്ടറാണ്. അവർ വന്നതറിഞ്ഞ് മഹേശ്വരും ശ്രാവണയും എത്തി. ശ്രാവണ ഒരു വെഡിങ് കാർഡ് വൃന്ദയ്ക്ക് നൽകി. അവൾ അത് വായിച്ചു നോക്കി. വരുന്ന 18-ാം തീയതി ബാംഗ്ലൂരിൽ വെച്ച് വിവാഹം. അവൾ അവർക്ക് ആശംസകൾ പറഞ്ഞു. ഇത്തവണ ശ്രാവണ യദുവിനെ നോക്കിയത് പോലുമില്ല. വൃന്ദ ഉള്ളിൽ ഊറിച്ചിരിച്ചു. യദു അവളുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അറിയാതെ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. കണ്ണൻ എല്ലാവരുടെയും ഗ്രൂപ്പ് സെൽഫി എടുത്തു. അന്ന് വളരെ നല്ലൊരു ദിവസമായിരുന്നു. വൈകുന്നേരമാണ് എല്ലാവരും പിരിഞ്ഞത്. പോകും മുമ്പ് ശ്രാവണ വൃന്ദയ്ക്ക് താങ്ക്സ് പറഞ്ഞു. അതെന്തിനെന്ന് മാത്രം വൃന്ദയ്ക്ക് മനസ്സിലായില്ല. ഏട്ടത്തി ഒന്ന് വേഗം വായൂ. കണ്ണന്റെ ഒച്ച കേട്ടാണ് പൂമുഖത്തേക്ക് ചെന്നത്. അപ്പോഴാണ് അവന്റെ ഒപ്പം നിൽക്കുന്ന പോസ്റ്റ് വുമൺ എന്റെ നേരെ ഒരു കവർ നീട്ടിയത്. സൈൻ ചെയ്യാനായി ഒരു പേനയും തന്നു. വേഗം സൈൻ ചെയ്ത് കൊടുത്തിട്ട് കവർ തുറന്നു നോക്കി. അത് വായിക്ക് എന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. കണ്ണൻ അന്തം വിട്ട് നിൽപ്പുണ്ട്. ഒന്നും മിണ്ടാതെ മുകളിലേക്കോടി. ഏത് വർക്കൗട്ട് സ്പേസിലായിരുന്നു. ആകെ വിയർത്ത് കുളിച്ചിട്ടുണ്ട്. എനിക്ക് ജോലി കിട്ടി. വിയു ആയിട്ട്. തിരുവനന്തപുരത്താണ് പോസ്റ്റിംഗ്. ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ചു. അല്പനേരത്തെ ഷോക്കിന് ശേഷം അവന്റെ കൈകൾ എന്റെ ഇടുപ്പിലമർന്നു. പെട്ടെന്ന് അവൻ എന്നെ അടർത്തി മാറ്റി. ഞാൻ വിയർത്ത് കുളിച്ച് നിൽക്കുക പെണ്ണെ, അവൻ കുസൃതിച്ചിരിയോടെ പറഞ്ഞു. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്ര നാളും പ്രാർത്ഥിച്ചത്, അവൻ പറഞ്ഞു. ഞാനും. നിങ്ങൾ കാരണമാണ് എനിക്ക് ജോലി കിട്ടിയത്. അന്ന് നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് കുത്തിയിരുന്ന് പഠിച്ചത്. നിങ്ങളോടുള്ള വാശി ഒന്ന് മാത്രമായിരുന്നു. അവളുടെ വാക്കുകൾ മുറിഞ്ഞു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ അവളുടെ മിഴികളൊപ്പി. വൈകുന്നേരം വലിയൊരു പാർട്ടി തന്നെ വീട്ടിൽ ഒരുക്കിയിരുന്നു. കൃഷ്ണകുമാറും കുടുംബവും, നിരഞ്ജനും ഭൂവിയും കുഞ്ഞും, അമ്മമാരും, മാലിന്യും, വിശ്വനും, മഹേശ്വരും, ശ്രാവണയും, വിനയും മക്കളും, അവരുടെ ഭർത്താക്കന്മാരും, യദുവിന്റെയും വൃന്ദയുടെയും ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് യദുവിന്റെ കണ്ണുകൾ വൃന്ദയെ തേടി എത്തുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് 2 കണ്ണുകൾ കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. വേറെ ആര്? കണ്ണൻ തന്നെ. ഇടയ്ക്ക് കണ്ണൻ ഇൻവിസിബിളായി. കുറച്ചു കഴിഞ്ഞ് വീണ്ടും വന്നു. പാർട്ടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. ഭക്ഷണം കഴിച്ചതുകൊണ്ട് എല്ലാവരും നേരെ ബെഡ്റൂമിലേക്കാണ് പോയത്. മടിച്ചു വൃന്ദയും റൂമിലേക്ക് പോയി. ഡോർ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ പതിയെ വാതിൽ തുറന്നു. റൂം ഫുൾ പിങ്ക് ആൻഡ് വൈറ്റ് റോസസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരുന്നു. ബെഡിൽ മുല്ലപ്പൂക്കളുടെ അലങ്കാരം. അപ്പൊ ഇതാണ് കണ്ണയിടയ്ക്ക് അപ്രത്യക്ഷനായത്. അവൾ പുഞ്ചിരിയോടെ ഓർത്തു. ഇത് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. വെള്ളമുണ്ടും ബനിയനും ആയിരുന്നു വേഷം. അവൻ ബെഡിൽ വന്നിരുന്നു. അവൾ ചെറുപുഞ്ചിരി സമ്മാനിച്ച ശേഷം വാഷ്റൂമിലേക്ക് പോയി. കുളിച്ച് നൈറ്റ് ഗൗൺ ധരിച്ച ശേഷം അവൾ പുറത്തിറങ്ങി. മുടി ഉണക്കിയ ശേഷം അവൾ നിലക്കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു. അവൾ സിന്ദൂരച്ചെപ്പ് കയ്യിലെടുത്തുകൊണ്ട് അവനെ നോക്കി. അവൻ അവൾക്കരികിലായി വന്നു നിന്നുകൊണ്ട് ചെപ്പിൽ നിന്ന് ഒരു നുള്ളു സിന്ദൂരമെടുത്ത് അവളുടെ സീമന്തരയ്ക്ക് ചുവപ്പിച്ചു. ശേഷം അവൻ അവളെ എടുത്തുകൊണ്ട് ബെഡിൽ കിടത്തി. അവൻ എന്ന സ്നേഹക്കടലിന്റെ ആഴങ്ങളിൽ ഒരു മത്സ്യകന്യയെ പോലെ അവൾ ഒഴുകി നടന്നു. ഒരിക്കലും അവസാനിക്കാത്ത അവരുടെ പ്രണയം അവിടെ തുടങ്ങി.